ഹലോ എവ്രിവൺ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ വന്ന ഫിംഗർ പ്രിൻറ്റ് സെർച്ചറിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് സെർച്ചർ എന്ന് പറഞ്ഞാൽ ഫിസിക്സിലോ കെമിസ്ട്രിയിലോ ബിരുദമുള്ള ആർക്കും അപ്ലൈ ചെയ്യാവുന്ന ഒരു പോസ്റ്റാണ് നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് സെർച്ചർ എന്ന് പറയുന്നത്. നോട്ടിഫിക്കേഷൻ വന്നു, ഒരുപാട് വീഡിയോസൊക്കെ നിങ്ങളിപ്പോൾ കണ്ടു കഴിഞ്ഞു കാണും. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ടുള്ളൊരു ബേസിക് ഐഡിയ കാണും. നമ്മുടെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 233/2024 വരുന്ന ഒരു പോസ്റ്റാണ്. നമ്മുടെ കേരള പോലീസിലേക്കുള്ള ഫിംഗർ പ്രിൻറ്റ് ബ്യൂറോയിലേക്കാണ് ഈ ഒരു പോസ്റ്റ് വിളിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. 4/9/2024 ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ അപ്ലൈ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. കാരണം എന്ന് പറയുന്നത് BSc കെമിസ്ട്രിയോ ഫിസിക്സോ പഠിച്ചവർക്കുള്ള ഒരു സുവർണ അവസരമായിട്ട് തന്നെ നമുക്ക് ഈ ഒരു പോസ്റ്റിനെ കാണാവുന്നതാണ്. വളരെ നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ശമ്പള സ്കെയിലാണ് ഈ ഒരു പോസ്റ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പം സർക്കാർ ജോലി സ്വപ്നം കാണുന്നവരാണെങ്കിൽ വളരെ ഉയർന്ന ഒരു ശമ്പള സ്കെയിലുള്ള ഒരു പോസ്റ്റാണ് നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് സെർച്ചർ എന്ന് പറയുന്നത്. ഫിംഗർ പ്രിൻറ്റ് സെർച്ചറിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു, ഞാൻ പറഞ്ഞു അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റും പറഞ്ഞു. പക്ഷേ ഇതുവരെ തന്നെ അതിൻ്റെ സിലബസ് പ്രസിദ്ധീകരിച്ചിട്ടില്ല. നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഫിംഗർ പ്രിൻറ്റ് സെർച്ചറിൻ്റെ എക്സാം അനുസരിച്ച്, ആ സിലബസ് അനുസരിച്ച് ഫിസിക്സിൽ നിന്ന് 40 ചോദ്യങ്ങളും കെമിസ്ട്രിയിൽ നിന്ന് 40 ചോദ്യങ്ങളും അതുപോലെ IT, സൈബർ ലോ, കോൺസ്റ്റിറ്റ്യൂഷൻ ഇതിൽ നിന്ന് 10 വീതം ചോദ്യങ്ങളുമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം നമുക്ക് ഇപ്രാവശ്യത്തെ പാറ്റേണിൽ ഈ IT ആൻഡ് സൈബർ ലോയും അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് വ്യക്തമല്ല. നമ്മൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് അതും പ്രിപ്പയർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പം നമുക്ക് ഇപ്രാവശ്യത്തെ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കെമിസ്ട്രി ബേസ്ഡ് ആയിട്ടുള്ള ഒരു എക്സാം നടന്നിരുന്നു. അതിൻ്റെ സിലബസ് അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മളുടെ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ സെറോളജിക്കൽ അസിസ്റ്റൻ്റ് ഇൻ കെമിക്കൽ എക്സാമിനേഴ്സ് ലബോറട്ടറി, ഇതും എന്തായിരുന്നു ഡിഗ്രി ബേസ്ഡ് ആയിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു. അപ്പം അതിൻ്റെ ബേസിസിൽ നമ്മൾ അതിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന സിലബസ് എന്ന് പറയുന്നത് ഏകദേശം ആ ഒരു പാറ്റേണിൽ തന്നെ നമുക്ക് നമ്മുടെ കെമിസ്ട്രി ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാം. ഞാനിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെമിസ്ട്രിയുടെ സിലബസ് എങ്ങനെയായിരിക്കും, നമ്മുടെ പ്രീവിയസ് ഇയറിലെ കെമിസ്ട്രി ഭാഗത്ത് നിന്ന് ചോദിച്ച ചില ക്വസ്റ്റ്യൻസ്. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഒരു പാറ്റേൺ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ പലർക്കും ഒരു സംശയമുണ്ട്, ഏതൊക്കെ ടെക്സ്റ്റ് ഞങ്ങൾ റെഫർ ചെയ്യണം എന്നുള്ള കാര്യത്തിൽ. അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞില്ല, ഈ ഒരു കാറ്റഗറി നമ്പറിൽ വരുന്ന ഡിഗ്രി ബേസ്ഡ് എക്സാമിൽ നിന്നാണ് നമ്മൾ ഈ സിലബസ് പറയുന്നത്. അപ്പോൾ സിലബസ് കെമിസ്ട്രിയുടെ സിലബസ് മാത്രമാണ് ഞാൻ പറയുന്നത്. കെമിസ്ട്രിയുടെ കേസ് എടുക്കുവാണെങ്കിൽ അറ്റോമിക് സ്ട്രക്ചറും കെമിക്കൽ ബോണ്ടിങ്ങും സിലബസിൽ എന്തായിരുന്നാലും ഉണ്ടാവുന്ന ഒരു ടോപ്പിക്കാണ്. കോർഡിനേഷൻ കെമിസ്ട്രി, മെറ്റലർജി, ബയോ ഇനോർഗാനിക് കെമിസ്ട്രി, ഈ ഭാഗത്ത് നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട്സ്, അതുപോലെ തന്നെ ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട് ഓഫ് അനാലിസിസ്, നമ്മുടെ ബേസിക് ആയിട്ടുള്ള സോൾട്ട് സെപ്പറേഷനൊക്കെ വരുന്നില്ലേ, ആ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഓർഗാനിക് റിയാക്ഷൻ മെക്കാനിസം അല്ലെങ്കിൽ സ്റ്റീരിയോ കെമിസ്ട്രി, ഈ ഭാഗത്ത് നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ബേസിക് ആയിട്ടുള്ള എന്ന് വെച്ചാൽ നമ്മൾ MSc ലെവലിലുള്ള ഒരു എക്സാം അല്ല, BSc ഡിഗ്രി ലെവലിലുള്ള ഒരു എക്സാം ആയതുകൊണ്ട് തന്നെ ഓർഗാനിക്കിന് തന്നെ ബേസിക് കാര്യങ്ങൾ നമ്മൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. എന്ന് വെച്ചാൽ ഇപ്പോൾ കാർബോ കാറ്റയോണിൻ്റെ സ്റ്റെബിലിറ്റി എങ്ങനെയാണ്, ഇലക്ട്രോ നെഗറ്റിവിറ്റിയുടെ ഓർഡർ എങ്ങനെയാണ്, ഓർത്തോപാര ഡയറക്റ്റിംഗ് ഗ്രൂപ്പുകൾ ഏതാണ്, അതിൽ ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പുകൾ ഏതാണ്, ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പുകൾ ഏതാണ്, ഇങ്ങനെയുള്ള ബേസിക് കാര്യങ്ങളിലെല്ലാം നമ്മൾ വളരെയധികം തറവായിരിക്കണം. ഇനി ആലിഫാറ്റിക് ആൻഡ് ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ്, ഇപ്പം മിക്കവാറും ഉള്ള പല എക്സാമിനും നമ്മുടെ IUPAC നെയിംസ് ചോദിക്കാറുണ്ട്. അപ്പം നമ്മൾ അവിടെ നിന്നേ തുടങ്ങണം. പിന്നെ ഹാലജനേറ്റഡ് ഹൈഡ്രോ കാർബൺസ് ആൻഡ് ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട്സ്, ആൽക്കഹോൾസ്, ഫീനോൾസ്, ഈതോസ്, എപ്പോക്സൈഡ്, നൈട്രജൻ കോമ്പൗണ്ട്സ്, ഈ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. കാർബണൈൽ കോമ്പൗണ്ട്സ്, കാർബോക്സിലിക് ആസിഡ്, അവർ ആൻഡ് ദെയർ ഡെറിവേറ്റീവ്സ്, അരോമാറ്റിസിറ്റി, gaseous and liquid solid state, ionic and chemical equilibrium, phase equilibrium, chemical thermodynamics, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. അതുപോലെ ഇമ്പോർട്ടൻസ് ഉള്ളതാണ് കെമിക്കൽ കൈനറ്റിക്സ്, സർഫസ് കെമിസ്ട്രി, കറ്റാലിസിസ്, ഇലക്ട്രോ കെമിസ്ട്രി, മോളിക്കുലാർ സ്പെക്ട്രോസ്കോപ്പി, ഇതെല്ലാം നമുക്ക് നമ്മുടെ സിലബസിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ പറയേണ്ട ഒരു ഭാഗമാണ് ന്യൂക്ലിയർ കെമിസ്ട്രി. ഈ സിലബസിൽ ന്യൂക്ലിയർ കെമിസ്ട്രി പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും നമ്മൾ ആ ന്യൂക്ലിയർ കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്കുകൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യനിലൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ന്യൂക്ലിയർ കെമിസ്ട്രി നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ഏരിയ ആണ്. അപ്പം നമ്മൾ ബേസിക് ആയിട്ട് പഠിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളോട് എല്ലാവരോടും സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് പറയാനുള്ളത്, നമ്മൾ പീരിയോഡിക് ടേബിളിനെ പറ്റിയിട്ടും അതിനെ പറ്റിയിട്ടൊരു
ബേസിക് നോളജ് നമുക്ക് വേണം. ഇപ്പം നമ്മൾ ഡി ബ്ലോക്ക് പഠിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ഇന്നർ ട്രാൻസിഷൻ എലമെൻസിനെ പറ്റി ഡിസ്കസ് ചെയ്യണം. അപ്പം നമ്മൾ പീരിയോഡിക് ടേബിൾ ഓരോ എലമെൻറ്റ്സിൽ ഇപ്പോൾ ഇവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ്, അവരുടെ അറ്റോമിക് നമ്പർ എങ്ങനെയാണ്, അവരുടെ സൈസ് എങ്ങനെയാണ്, ഇലക്ട്രോ നെഗറ്റിവിറ്റി കമ്പാരിസൺ എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഓർഗാനിക്കിലോട്ട് നമ്മൾ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ കാർബോകാറ്റയോണിൻ്റെ സ്റ്റെബിലിറ്റി എങ്ങനെയാണ്, കാർബാനിയോണിൻ്റെ സ്റ്റെബിലിറ്റി എന്താണ്, ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പുകൾ ഏതാണ്, ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പുകൾ ഏതാണ്, പിന്നെ നമ്മുടെ കോർഡിനേഷനിലൊക്കെ സ്പെക്ട്രോ കെമിക്കൽ സീരീസിനെ പറ്റി, അതേപോലെ ഇലക്ട്രോ കെമിസ്ട്രിയിലായിരുന്നാലും അവരുടെ ഓർഡറൊക്കെ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട ഏരിയയാണ്. അപ്പം കുറച്ച് ക്വസ്റ്റ്യൻസ് പറയുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു കഴിഞ്ഞ പ്രാവശ്യം നടന്ന ഫിംഗർ പ്രിൻറ്റ് സെർച്ചർ എന്ന് പറയുന്നത് വളരെ ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള ലെവലിലൊന്നും ക്വസ്റ്റ്യൻസ് നമ്മുടെ കെമിസ്ട്രിയിൽ നിന്നോ ഫിസിക്സിൽ നിന്നോ ഒന്നും ചോദിച്ചിട്ടില്ല. പക്ഷെ നമ്മളിപ്പോൾ പ്രിപ്പയർ ചെയ്യുമ്പം നമ്മളൊരു കുറച്ച് ലെവൽ കൂട്ടി തന്നെ പ്രിപ്പയർ ചെയ്യണം. കാര്യം എക്സാമിൻസിൻ്റെ ഒരു പാറ്റേൺ ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്, ഇപ്പോഴത്തെ PSCയുടെ ഒരു പാറ്റേൺ ഒക്കെ. അപ്പം നമ്മൾ വളരെ തറവായിട്ട് നമ്മൾ സബ്ജക്റ്റ് പഠിച്ച് തന്നെ പോകണം. അപ്പോൾ കെമിസ്ട്രിയുടെ കേസ് പറയുവാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാനിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ദ പോളിസാക്കറൈഡ് ഓൺ ഹൈഡ്രോളിസിസ് ഗീവ് ഫ്രക്ടോസ് ഈസ്. നമുക്ക് 4 ഓപ്ഷൻസ് ആണ് ഇവിടെ തന്നേക്കുന്നത്. സെല്ലുലോസ്, അമൈലോപെക്റ്റിൻ, അമൈലോസ്, ഇൻലിൻ. നമ്മളുടെ ബയോമോളിക്യൂൾസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ്. ഇതിൽ നമ്മൾ 4 മോളിക്യൂൾസ് തന്നിട്ടുണ്ട്. സെല്ലുലോസും അമൈലോപെക്റ്റിനും അമൈലോസും ഇനുലിനുമാണ് നമുക്ക് തന്നേക്കുന്നത്. ഇതിനകത്ത് ചോദിച്ചേക്കുന്നത് എന്താണ്? ഇതിൽ ഒരു പോളിസാക്കറൈഡ് അതിന് നമ്മൾ ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഫ്രക്ടോസ് മാത്രമേ കിട്ടുന്നുള്ളൂ, അല്ലെങ്കിൽ ഫ്രക്ടോസ് ആണ് അവിടുത്തെ മെയിൻ പ്രോഡക്റ്റ്. ഏതാണ് ആ പോളിസാക്കറൈഡ് എന്നാണ്. അപ്പം നമുക്ക് ഈ ഇതെല്ലാം ഇപ്പോൾ സെല്ലുലോസ് എടുത്താലും അമൈലോപെക്റ്റിൻ എടുത്താലും അമൈലോസ് എടുത്താലും ഇനുലിൻ എടുത്താലും എല്ലാം എന്താണ്? പോളിസാക്കറൈഡ് ആണ്. അപ്പം ഈ പോളിസാക്കറൈഡിൻ്റെ സെക്ഷനിൽ നമ്മളിതിനെ ഹൈഡ്രോളൈസ് ചെയ്യുമ്പം നമുക്ക് ഫ്രക്ടോസ് കിട്ടുന്നത് ഏതിൽ നിന്നാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൻ്റെ മോണോസാക്കറൈഡ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പം നോക്കുക, നമ്മുടെ സ്റ്റാർച്ച് നമുക്കറിയാം, പ്ലാന്റ്സിൻ്റെ എല്ലാം സ്റ്റോറേജ് പോളിസാക്കറൈഡ് ആണ് സ്റ്റാർച്ച് എന്ന് പറയുന്നത്. സ്റ്റാർച്ച് എന്ന് പറയുന്നത് 2 മോളിക്യൂൾസ് കൊണ്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് ലീനിയർ ആയിട്ടുള്ള അമൈലോസ് മോളിക്യൂൾ കൊണ്ടും ഒരു ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള അമൈലോപെക്റ്റിൻ മോളിക്യൂൾ കൊണ്ടുമാണ് ഈ നമ്മുടെ സ്റ്റാർച്ച് എന്ന് പറയുന്ന ഒരു പോളിസാക്കറൈഡ് ബിൽഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ അവിടെ എന്ന് പറയുന്നത് അവിടുത്തെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ഏതാണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ സ്റ്റാർച്ചിൻ്റെ മോണോമേഴ്സ് ഏതാണെന്ന് വെച്ചാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് പറയാൻ പറ്റും. ഗ്ലൂക്കോസ് യൂണിറ്റുകളാണ്. ഗ്ലൂക്കോസ് യൂണിറ്റുകൾ ആൽഫ 1,4 ലിങ്കേജസും ഉണ്ട്, അതുപോലെ തന്നെ ആൽഫ 1,6 ലിങ്കേജുകളും സ്റ്റാർച്ചിലുണ്ട്. അപ്പം നമ്മുടെ അമൈലോസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അമൈലോസ് എന്ന് പറഞ്ഞത് സ്റ്റാർച്ചിൻ്റെ ഒരു ലീനിയർ പോളിമറും അമൈലോപെക്റ്റിൻ എന്ന് പറയുന്നത് സ്റ്റാർച്ചിലെ ഒരു ബ്രാഞ്ച്ഡ് പോളിമറുമാണ്. അപ്പോൾ ഇതിൻ്റെ റിലേറ്റീവ് കോൺസെൻട്രേഷൻ ഒക്കെ നമ്മളൊന്ന് പഠിച്ചു വെച്ചേക്കണം. അമൈലോസ് എന്ന് പറയുന്നത് സ്മോൾ ക്വാണ്ടിറ്റിയിലായിരിക്കും പ്രസൻ്റ് ആയിരിക്കുന്നത്, അമൈലോപെക്റ്റിൻ ലാർജ് ക്വാണ്ടിറ്റിയിലായിരിക്കും സ്റ്റാർച്ചിൽ പ്രസൻ്റ് ആയിരിക്കുന്നത്. സാധാരണ അങ്ങനെയാണ്. അങ്ങനെ അല്ലാത്ത റെയർ കേസുകളൊക്കെ ഉണ്ട്. അതിനെ വാക്സിൻ എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും നമുക്ക് അത്ര ഡീപ്പായിട്ട് പഠിക്കാനില്ല. അപ്പോൾ ഈ അമൈലോസ് എന്നൊക്കെ പറയുമ്പം ഹൈ അമൈലോപെക്റ്റിൻ സ്റ്റാർച്ച് ഉണ്ട്, ഹൈ അമൈലോസ് സ്റ്റാർച്ച് ഉണ്ട്. എന്നാലും നമ്മൾ ആവറേജ് ആയിട്ട് പ്ലാൻസ് നോക്കുവാണെങ്കിൽ ഇതിൽ ഏകദേശം ഒരു 20%ഓളം, ഇത് ആവറേജ് ആണ് പറയുന്നത്, 20%ഓളം അമൈലോസും 80%ഓളം അമൈലോപെക്റ്റിനുമാണ് സ്റ്റാർച്ചിൽ ഉണ്ടായിരിക്കുന്നത്. ഇനി ഇവിടുത്തെ ലിങ്കേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെയുള്ളത് ആൽഫ ലിങ്കേജസ് ആണ്. നമ്മുടെ അമൈലോസ് എടുക്കുവാണെങ്കിൽ ഈ കാണിച്ചിരിക്കുന്ന ഈ ലിങ്കേജ് എന്ന് പറയുന്നത് ആൽഫ 1,4 ലിങ്കേജ് ആണ്. അപ്പോൾ അമൈലോസിനകത്തുള്ള ലിങ്കേജ് ഏതാണെന്ന് പല ക്വസ്റ്റ്യനിലും ചോദിക്കാറുണ്ട്. അപ്പം നിങ്ങൾ ഓർത്തു വെച്ചേക്കുക, ആൽഫ 1,4 ലിങ്കേജ് ആണ് അമൈലോസിലുള്ളത്. ഇനി അമൈലോപെക്റ്റിൻ്റെ കേസിൽ എങ്ങനെയാണ്? അമൈലോപെക്റ്റിനിലും ആൽഫ ലിങ്കേജസ് മാത്രമേ ഉള്ളൂ. അമൈലോപെക്റ്റിനിൽ ഉണ്ടാകുന്ന 2 ടൈപ്പ് ലിങ്കേജസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ അതാ നിങ്ങൾക്ക് കാണാം. ഇങ്ങനെ 2 ടൈപ്പ് ലിങ്കേജസ് നമുക്ക് നോട്ടീസ് ചെയ്യാനായിട്ട് പറ്റും. ഈ കാണിച്ചേക്കുന്ന ലിങ്കേജ് ആൽഫ 1,4 ലിങ്കേജസ് ആണ്. എന്ന് പറഞ്ഞാൽ കണ്ടോ, ലീനിയർ ആയിട്ട് ഈ സ്റ്റാർച്ചിനെ ബോണ്ട് ചെയ്തേക്കുന്നത് ആൽഫ 1,4 ലിങ്കേജസ് വഴിയാണ്. ഇനി അമൈലോപെക്റ്റിൻ്റെ കേസിൽ നിങ്ങൾ നോക്കുക, ഇവിടെ ബ്രാഞ്ച് പോയിന്റ്സ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഈ ബ്രാഞ്ച് പോയിന്റ്സിന് കാരണം എന്താണ്? ആൽഫ 1,6 ലിങ്കേജുകളാണ്. അപ്പോൾ എങ്ങനെയാണ്? സ്റ്റാർച്ചിൽ അമൈലോസ് ലീനിയറും അമൈലോപെക്റ്റിൻ എന്ന് പറയുന്നത് ഒരു ബ്രാഞ്ച്ഡ് പോളിമറുമാണ്. ഇവിടെയുള്ള ലിങ്കേജ് ആൽഫ 1,4 ലിങ്കേജ് ആണ്. ഈ ബ്രാഞ്ചിങ്ങിന് കാരണം എന്താണ്? ഈ
ഒരു മോളിക്യൂളിലുള്ള ആൽഫ 1,6 ലിങ്കേജസ് ആണ് ബ്രാഞ്ചിങ്ങിന് കാരണമാകുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും, ഇവിടെ ഗ്ലൂക്കോസ് യൂണിറ്റുകൾ മാത്രമേ ഉള്ളൂ, ഫ്രക്ടോസിന്റെ പ്രസൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ അമൈലോസും അമൈലോപെക്റ്റിനും എന്തിന് മോണോമേഴ്സ് അല്ലെങ്കിൽ പോളിമേഴ്സ് ആണെന്ന് നമുക്ക് പറയാം, നമ്മുടെ ഗ്ലൂക്കോസിന്റെ മോണോമേഴ്സ് ആണ് അമൈലോസും അമൈലോപെക്റ്റിനും. അപ്പോൾ ആദ്യത്തെ ഈ രണ്ട് ഓപ്ഷനും അല്ല എന്ന് നമുക്ക് മനസ്സിലായി, നമ്മുടെ അമൈലോപെക്റ്റിനും അമൈലോസും അല്ല എന്ന് നമുക്ക് മനസ്സിലായി. പിന്നെ പറഞ്ഞേക്കുന്നത് സെല്ലുലോസ് ആണ്. സെല്ലുലോസും എന്താണ്, ഗ്ലൂക്കോസിന്റെ തന്നെ പോളിമറാണ്. സെല്ലുലോസിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം, നമ്മുടെ വുഡ് പാർട്ടിക്കിൾസ് ഒക്കെ ഇല്ലേ, അവിടെയൊക്കെയുള്ള ബിൽഡിംഗ് മെറ്റീരിയൽസ് ആയിട്ടാണ് നമ്മൾ സെല്ലുലോസിനെ കാണുന്നത്. സെല്ലുലോസിനകത്തുള്ള ലിങ്കേജസ് എന്ന് പറയുന്നത് കണ്ടോ, ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ലിങ്കേജ് എന്ന് പറഞ്ഞാൽ ബീറ്റ ലിങ്കേജ് ആണ്. സ്റ്റാർച്ചും സെല്ലുലോസും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് ഇതാണ്. സ്റ്റാർച്ച് ആയിരുന്നാലും സെല്ലുലോസ് ആയിരുന്നാലും എന്തിന്റെ പോളിമറാണ്, നമ്മുടെ ഗ്ലൂക്കോസിന്റെ പോളിമറാണ്. സ്റ്റാർച്ചിലാണെങ്കിൽ ആൽഫ ലിങ്കേജസ് ആണുള്ളത്. എന്ന് പറഞ്ഞാൽ 2 ഗ്ലൂക്കോസ് യൂണിറ്റുകളെ സ്റ്റാർച്ചിൽ ബന്ധിപ്പിക്കുന്നത് ആൽഫ ലിങ്കേജും, അതേസമയം സെല്ലുലോസിൽ 2 ഗ്ലൂക്കോസ് യൂണിറ്റുകളെ പരസ്പരം ലിങ്ക് ചെയ്യുന്നത് ബീറ്റ ലിങ്കേജസ് വഴിയുമാണ്. മനസ്സിലാവുന്നു? ഈ ബീറ്റ ലിങ്കേജിന് ഒരു പ്രത്യേകതയുണ്ട്. നമുക്ക് ഹ്യൂമൻ ബീയിങ്സിന് സെല്ലുലോസിനെ ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഈ ഡൈജഷൻ പോസിബിൾ ആവാത്തതിന് കാരണം എന്താണ്, നമ്മുടെ ഈ സെല്ലുലോസിലുള്ള ബീറ്റ ലിങ്കേജസ് ആണ്. ഈ ബീറ്റ ലിങ്കേജസിനെ ബ്രേക്ക് ചെയ്യാൻ എന്താ വേണ്ടത്, നമ്മുടെ ഫുഡിനെ ഡൈജസ്റ്റ് ചെയ്യാൻ എന്ത് വേണം, എൻസൈംസ് വേണം. അപ്പൊ ഈ ബീറ്റ ലിങ്കേജസിനെ ബ്രേക്ക് ചെയ്ത് കളയുന്ന ഒരു ടൈപ്പ് ഓഫ് എൻസൈമും ആരുടെ കേസിലില്ല, നമ്മുടെ ഹ്യൂമൻസിന്റെ കേസിലില്ല. അതുകൊണ്ടാണ് ഹ്യൂമൻസിന് സെല്ലുലോസിന് എന്ത് ചെയ്യാൻ പറ്റാത്തത്, ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റാത്തത്. ജസ്റ്റ് ഒന്ന് ഒരു ഇൻഫർമേഷൻ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതേ ഉള്ളൂ. അപ്പം സെല്ലുലോസിൽ എന്തല്ല, ഫ്രക്ടോസ് യൂണിറ്റുകൾ കൊണ്ടല്ല സെല്ലുലോസും ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയാണെങ്കിലല്ലേ അതിന് ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഫ്രക്ടോസ് കിട്ടും. ഇനി 4ാമത്തെ പോളിസാക്കറൈഡ് ആണ് ഇനുലിൻ എന്ന് പറയുന്നത്. ഇനുലിൻ എന്ന് പറഞ്ഞാലും ഒരു സ്റ്റോറേജ് പോളിസാക്കറൈഡ് ആണ്. ഇത് ഒരുപാട് സ്പീഷീസിൽ എന്ന് വെച്ചാൽ ഒരു 30,000 കൂടുതൽ സ്പീഷീസിൽ ഈ ഇനുലിൻ പ്രസന്റ് ആണ്. മെയിൻ ആയിട്ടും ചിക്കറിയിലുണ്ട്, വീറ്റിലുണ്ട്, ഓണിയൻസിലുണ്ട്. ഇതിലെല്ലാം എന്തുണ്ട്, സ്റ്റോറേജ് പോളിസാക്കറൈഡ് ആയിട്ട് ഇനുലിനും ഉണ്ട്. മേജർ നമ്മുടെ സ്റ്റാർച്ച് ആണ്, എങ്കിലും ഇനുലിൻ എന്താണ്, ഒരു സ്റ്റോറേജ് പോളിസാക്കറൈഡ് ആണ്. ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും, ഇനുലിനകത്താണെങ്കിൽ ഫ്രക്ടോസ് യൂണിറ്റുകളാണ് പരസ്പരം ലിങ്ക് ചെയ്തേക്കുന്നത്. അപ്പം നിങ്ങൾ ചോദിക്കുന്നത് ഈ കാണുന്ന ആളാരാ, ഓഫ് കോഴ്സ് ഇതൊരു ഗ്ലൂക്കോസ് യൂണിറ്റ് ആണ്. നിങ്ങൾ സംശയിച്ചത് ശരിയാണ്. ഇവിടെ ഫ്രക്ടോസ് യൂണിറ്റുകളും കാണും, അതിൻ്റെ ടെർമിനൽ അല്ലെങ്കിൽ എൻ പോർഷനിൽ ഒരു ഗ്ലൂക്കോസ് യൂണിറ്റ് കാണും. അപ്പം ഇനുലിൻ എന്തിൻ്റെ പോളിമർ ആണെന്ന് വെച്ചാൽ നമുക്ക് പറയാനായിട്ട് പറ്റും, ഇനുലിൻ ഈസ് എ പോളിമർ ഓഫ് ഫ്രക്ടോസ്. അതിൻ്റെ ടെർമിനൽ പൊസിഷനിൽ അല്ലെങ്കിൽ എൻ പൊസിഷനിൽ ഒരു ഗ്ലൂക്കോസ് യൂണിറ്റ് ഉണ്ടായിരിക്കും. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, താഴെ തന്നിരിക്കുന്നതിൽ ഏതിന് ഹൈഡ്രോളൈസ് ചെയ്താലാണ് നമുക്ക് ഫ്രക്ടോസ് ഹൈഡ്രോളിസിസ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പം നമ്മുടെ കറക്റ്റ് ആൻസർ എന്താണ്, ഇനുലിൻ ആണ്. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നിങ്ങൾ വായിച്ചു നോക്കുക. ദ പോളിസാക്കറൈഡ് ഓൺ ഹൈഡ്രോളിസിസ് ഗീവ് ഫ്രക്ടോസ് വിച്ച് ഈസ് ഇനുലിൻ. ഓർത്ത് വെച്ചേക്കുക, ഏത് പോളിസാക്കറൈഡ് ആണ് നമുക്ക് ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ ഫ്രക്ടോസ് തരുന്നതെന്നായിരുന്നു ക്വസ്റ്റ്യൻ. നമ്മുടെ കറക്റ്റ് ആൻസർ എന്താണ്, ഇനുലിൻ. അപ്പം നിങ്ങൾ വിചാരിക്കും ഇനുലിൻ നമുക്ക് അത്ര ഫെമിലിയർ അല്ല. അപ്പം പക്ഷേ നിങ്ങൾ ഓർക്കുക, സെല്ലുലോസും അമൈലോപെക്റ്റിനും അമൈലോസും നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ആൾക്കാരാണ്. നമ്മൾ ഗ്ലൂക്കോസിന്റെ പോളിമർ എന്ന് പറഞ്ഞാണ് ഇവരെ പഠിക്കുന്നത്. സോ നിങ്ങൾക്ക് ഇനുലിനെ പറ്റി അറിയത്തില്ലെങ്കിൽ പോലും ഈ 3 ഫ്രക്ടോസ് ഇല്ലാന്നറിയാം. അപ്പം നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. ദ പോളിസാക്കറൈഡ് ഓൺ ഹൈഡ്രോളിസിസ് വിച്ച് ഗീവ് ഓൺലി ഫ്രക്ടോസ് ഈസ് ഇനുലിൻ. മനസ്സിലാകുന്നു? അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസിനെയും അപ്രോച്ച് ചെയ്യേണ്ടത്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. എൻട്രോപ്പി ഈസ് എ മെഷർ ഓഫ്, നമുക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു തെർമോഡൈനാമിക് കൺസെപ്റ്റ് ആണ് എൻട്രോപ്പി എന്ന് പറയുന്നത്. നമുക്കറിയാം എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ യൂണിവേഴ്സ് എങ്ങനെയാണ് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ ശ്രമിക്കുന്നത് ത്രൂ ഡിസോർഡേഴ്സ് ആണ്. ആ ഡിസോർഡേഴ്സിന്റെ അല്ലെങ്കിൽ അതിന്റെ ആ റാൻഡംനെസിന്റെ ഒരു മെഷർമെന്റ് ആണ് എന്തെന്ന് പറയുന്നത്, എൻട്രോപ്പി. സോ നമ്മുടെ കറക്റ്റ് എന്താണ്, ആൻസർ എന്താണ്, എൻട്രോപ്പി ഈസ് എ മെഷർ ഓഫ് റാൻഡംനെസ് ഓർ ഡിസോർഡർ. രണ്ടായിരുന്നാലും ടേം ശരിയാണ്. വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അതാ ഞാൻ പറഞ്ഞത്, ഭയങ്കര ഹൈ എൻഡ് ക്വസ്റ്റ്യൻസ് ഒന്നും അല്ലായിരുന്നു. നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് കിട്ടാവുന്ന ഒരു എക്സാം ആയിരുന്നു. സോ എൻട്രോപ്പി എന്ന് പറയുന്നത് എന്തിൻ്റെ മെഷറാണ്, എൻട്രോപ്പി ഈസ് എ മെഷർ ഓഫ് റാൻഡംനെസ് ഓർ ഡിസോർഡർ. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമല്ല, നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് പോലെ ഇരിക്കും. നമ്മൾ റാങ്ക് ലിസ്റ്റിൽ നമ്മൾ ആദ്യത്തെ പൊസിഷനിൽ വന്നാൽ മാത്രമേ ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആയതുകൊണ്ട് തന്നെ നമുക്ക് പ്ലേസ്മെന്റ് കിട്ടത്തുള്ളൂ. അപ്പം നമ്മൾ അത്രയും ഏരിയാസ് കവർ ചെയ്ത് പോകണം. സോ എൻട്രോപ്പി എന്ന് പറയുന്നത് എന്താണ്, മെഷർ ഓഫ് റാൻഡംനെസ് ഓർ ഡിസോർഡറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എൻട്രോപ്പി എന്ന് പറയുന്നത്.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, ബേസ് റിയേജന്റ്. നമുക്കറിയാം ബേസ് റിയേജന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. ഇവിടെ തന്നേക്കുന്ന ഓപ്ഷൻ നോക്കിക്കേ, അക്വസ് പൊട്ടാഷ്യം പെർമാംഗനേറ്റ്, ആൽക്കലൈൻ പൊട്ടാഷ്യം പെർമാംഗനേറ്റ്, അസിഡിക് പൊട്ടാഷ്യം പെർമാംഗനേറ്റ്, അക്വസ് സൊല്യൂഷൻ ഓഫ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആൻഡ് പൊട്ടാഷ്യം ഡൈക്രോമേറ്റ്. അപ്പം നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക, ബേസ് റിയേജന്റ് നമ്മൾ ലാബുകളിൽ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നൊരു സൊല്യൂഷനാണ്. ബേസ് റിയേജന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ആൽക്കലൈൻ, കോൾഡ് ആൽക്കലൈൻ സൊല്യൂഷൻ ഓഫ് പൊട്ടാഷ്യം പെർമാംഗനേറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മുടെ ബേസ് റിയേജന്റ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു ഇതിന്റെ പ്രത്യേകത, ഇതൊരു സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. ഇവിടെ നോക്കുക, നിങ്ങൾ പ്രൊപ്പലീൻ ആണ് ഈ തന്നേക്കുന്ന മോളിക്യൂൾ, CH3CH ഡബിൾ ബോണ്ട് CH2. അതെന്താണ്? പ്രൊപ്പലീൻ ആണ്. ഈ പ്രൊപ്പലീനെ നമ്മൾ ആൽക്കലൈൻ പൊട്ടാഷ്യം പെർമാംഗനേറ്റുമായിട്ട് ട്രീറ്റ് ചെയ്യുക. അപ്പം നമുക്ക് അവിടെ നിന്നുള്ള ഹൈഡ്രജൻ പെറോക്സൈഡും നേസൻ്റ് ഓക്സിജനും നമ്മുടെ പ്രൊപ്പലീനുമായിട്ട് റിയാക്ട് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? പ്രൊപ്പലീൻ ഗ്ലൈക്കോൾ കിട്ടും. അതൊരു ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. സോ ബേസ് റിയേജന്റ് എന്ന് പറയുന്നത് എന്താണ്? കോൾഡ് ആൽക്കലൈൻ സൊല്യൂഷൻ ഓഫ് പൊട്ടാഷ്യം പെർമാംഗനേറ്റിനെയാണ് നമ്മൾ ബേസ് റിയേജന്റ് എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. നമ്മുടെ കറക്റ്റ് ആൻസർ എന്താണ്? ബേസ് റിയേജന്റ് ഈസ് ആൽക്കലൈൻ സൊല്യൂഷൻ ഓഫ് പൊട്ടാഷ്യം പെർമാംഗനേറ്റ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ ബേസ് റിയേജന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, കോൾഡ് ആൽക്കലൈൻ സൊല്യൂഷൻ ഓഫ് പൊട്ടാഷ്യം പെർമാംഗനേറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബേസ് റിയേജന്റ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ഈ ഫിംഗർ പ്രിന്റ് സെർച്ചർ എന്ന് പറയുന്നത് വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള നല്ല സാലറി സ്കെയിലുള്ള ഒരു എക്സാം ആണ്. ഒത്തിരി പേര് ഇതിനെപ്പറ്റി എൻക്വയറി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തന്നെ പഠനം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി പേരുണ്ട്. നമ്മുടെ CC കോമ്പറ്റിറ്റീവ് ക്രാക്കറും നമ്മുടെ ഈ ഒരു ഫിംഗർ പ്രിന്റ് സെർച്ചർ, ഫോറൻസിക് സയൻസിലെ ഫിംഗർ പ്രിന്റ് സെർച്ചർ ആകാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ മറന്നു പോവാതിരിക്കുക. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബർ ആണ്. സെപ്റ്റംബർ 4 ആണ് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. കെമിസ്ട്രിയിലും ഫിസിക്സിലും ബിരുദമുള്ള എല്ലാവർക്കും അപേക്ഷിക്കാവുന്ന 55% മാർക്ക് ജനറൽ കാറ്റഗറി, അത് ഞാൻ പറഞ്ഞില്ല എന്നേ ഉള്ളൂ, അപേക്ഷിക്കാവുന്ന ഒരു തസ്തികയാണ് എന്ത്? ഈ ഫിംഗർ പ്രിന്റ് സെർച്ചർ എന്ന് പറയുന്നത്. അപ്പം കാറ്റഗറി കോഡ് മറന്നു പോവാതിരിക്കുക. പ്രൊഫൈലിലെല്ലാം കറക്റ്റായിട്ട് ഡീറ്റെയിൽസ് എൻട്രി ചെയ്യുക. ഈ ഡേറ്റ് മറന്നു പോവാതിരിക്കുക. അപ്ലൈ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ 4-ാം തീയതിക്ക് മുമ്പ്, സെപ്റ്റംബർ 4-ന് മുമ്പ് തന്നെ അപ്ലൈ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ആഗ്രഹമില്ലേ? എന്തൊക്കെയായിരിക്കും ഇതിൻ്റെ ഡീറ്റെയിൽഡ് സിലബസ്? ഞാനിപ്പോൾ സിലബസിനെ പറ്റി ഡിസ്കസ് ചെയ്തു, പക്ഷേ എന്തെല്ലാം ആകാം ഡീറ്റെയിൽഡ് സിലബസ്? കാര്യം ഞാൻ പറഞ്ഞു, കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് IT സൈബർ ലൈവൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം അത് ഉണ്ടാവുമോ ഇല്ലയോ? എന്തായിരുന്നാലും നമ്മൾ സിലബസ് വരുന്നത് വരെ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ പഠിച്ചു തന്നെ പോകണം. അപ്പോൾ എന്താ വേണ്ടത്? ഇതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ്, ഈ പോസ്റ്റിനെ പറ്റിയും എന്തെങ്കിലും അപ്ലൈ ചെയ്യാനുള്ള എന്തെങ്കിലും കേസിൽ ഡൗട്ട് ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ ഈ കോഴ്സിനെ പറ്റി കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാം എങ്ങനെയായിരുന്നു, എങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യണം, ഇങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ കാണും. കാര്യം ഇത്രയും നല്ല സാലറി സ്കെയിലായിട്ടുള്ള ഒരു എക്സാമാണ്. ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി ആണെന്ന് പറയുന്നെങ്കിൽ പോലും നമുക്കറിയാം ഒരുപാട് ഒഴിവുകളുള്ള ഒരു തസ്തികയാണ്. കാര്യം കുറ്റകൃത്യങ്ങൾ ഒരിക്കലും കുറയുന്നില്ല. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഫിംഗർ പ്രിന്റ് സെർച്ചേഴ്സിൻ്റെ ആവശ്യവും അത്രയും ഉണ്ട്. അപ്പം ഈ ഒരു പോസ്റ്റിന് വേണ്ടിയിട്ടും നമ്മുടെ വെബിനാറിൽ ജോയിൻ ചെയ്യാവുന്നതിന് വേണ്ടിയിട്ടും നിങ്ങൾ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പം ഫ്രീ വെബിനാറിലൂടെ നമുക്ക് വീണ്ടും കാണാം. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിലും കോഴ്സിൽ ജോയിൻ ചെയ്യാനും ഇതിൻ്റെ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ടും നിങ്ങൾ ഈ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, the reagent which may be used to distinguish between starch and celluloses. Options നോക്കിക്കേ, ടോളൻസ് reagent, iodine solution, acetic anhydride, ഫെലിംഗ് സൊല്യൂഷൻ. ഈ 4 ഓപ്ഷൻസ് ആണുള്ളത്. നമുക്കറിയാം, ടോളൻസ് റിയേജൻ്റ് എടുക്കട്ടെ അല്ലെങ്കിൽ നമ്മുടെ ഫെലിംഗ് സൊല്യൂഷൻ ആയിക്കോട്ടെ, ഇത് രണ്ടുപേരും നമ്മുടെ ആൽഡിഹൈഡിനെയും കീറ്റോളിനെയും അല്ലെങ്കിൽ റെഡ്യൂസിങ് ആൻഡ് നോൺ റെഡ്യൂസിങ് ഷുഗറിനെ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. ടോളൻസ് റിയേജൻ്റ് എന്ന് പറഞ്ഞാൽ അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷനെയാണ് നമ്മൾ ടോളൻസ് റിയേജൻ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഫെലിംഗ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ അക്വസ് കോപ്പർ സൾഫേറ്റിൻ്റെയും അക്വസ് സോഡിയം പൊട്ടാഷ്യം ടാർട്ടറേറ്റിൻ്റെയും ഒരു മിക്സറാണ് നമ്മുടെ ഫെലിംഗ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഫെലിംഗ് സൊല്യൂഷൻ A എന്ന് പറയുന്നതാണ് നമ്മുടെ അക്വസ് കോപ്പർ സൾഫേറ്റ് എന്ന് പറയുന്നത്. ഫെലിംഗ് സൊല്യൂഷൻ B ആണ് നമ്മുടെ അക്വസ് സോഡിയം പൊട്ടാഷ്യം ടാർട്ടറേറ്റ് എന്ന് പറയുന്നത്. ഇവരുടെ ഒരു മിക്സറാണ് നമ്മുടെ ഫെലിംഗ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇതും നമ്മുടെ ആൽഡിഹൈഡിനെയും കീറ്റോണിനെയും ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സ്റ്റാർച്ചും സെല്ലോസും, നമുക്കറിയാം സ്റ്റാർച്ചിൽ നമ്മൾ ചെയ്യുന്ന ഒരു പ്രിലിമിനറി ടെസ്റ്റ് എന്താണ്? നമ്മൾ സ്റ്റാർച്ചിലോട്ട് കുറച്ച് അയഡിൻ സൊല്യൂഷൻ ആഡ് ചെയ്യും. സ്റ്റാർച്ചിൽ അയഡിൻ സൊല്യൂഷൻ ആഡ് ചെയ്ത് നോക്കാത്ത കെമിസ്ട്രിക്കാരൊന്നും കാണത്തില്ല അല്ലേ?
സ്റ്റാർച്ചിൽ അയഡിൻ സൊല്യൂഷൻ ആഡ് ചെയ്യുമ്പോഴത്തേന് എന്ത് കളറാണ് വരുന്നത്? ഒരു ബ്ലൂ അല്ലെങ്കിൽ ഡാർക്ക് ഒരു പേർപ്പിൾ കളർ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യും. അതേസമയം നമ്മൾ സെല്ലുലോസ് എടുക്കുകയാണ്. സെല്ലുലോസ് എടുത്തിട്ട് സെല്ലുലോസിലോട്ട് നമ്മൾ അയഡിൻ സൊല്യൂഷൻ ആഡ് ചെയ്യുവാണെങ്കിൽ അവിടെ കളറൊന്നും നമുക്ക് ഡെവലപ്പ് ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? സ്റ്റാർച്ചിനെയും സെല്ലുലോസിനെയും ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ്? നമ്മുടെ അയഡിൻ സൊല്യൂഷൻ ആണ്. ഈ പോളിമേഴ്സിന്റെ പ്രത്യേകത നിങ്ങൾ മനസ്സിൽ വെച്ചേക്കണം. സ്റ്റാർച്ചിൽ ബ്രാഞ്ചിങ് പോയിന്റ്സ് ഉണ്ട്, അവിടെ ആൽഫ ലിങ്കേജ് ആണ്. അതേസമയം സെല്ലുലോസ് എടുക്കുവാണെങ്കിൽ അതൊരു ലീനിയർ പോളിമർ ആണ്, അവിടെ ബ്രാഞ്ചിങ് പോയിന്റ് ഇല്ല. അവിടെ ഈ ഗ്ലൂക്കോസ് യൂണിറ്റുകളെ പരസ്പരം കണക്ട് ചെയ്യുന്നത് ബീറ്റ ലിങ്കേജസ് വഴിയാണ്. അപ്പം നമ്മുടെ കറക്റ്റ് ആൻസർ ഏതാണ്? ദ റിയേജന്റ് അയഡിൻ ഈസ് യൂസ്ഡ് ടു ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ സ്റ്റാർച്ച് ആൻഡ് സെല്ലുലോസ്. ഓർത്തിരിക്കുക, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് ടോളറൻസ് റിയേജന്റ്, എന്താണ് ഫെല്ലിംഗ് സൊല്യൂഷൻ എന്നും കൂടെ നിങ്ങൾ ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ കെമിക്കൽ ഫോർമുലയാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം കാൽഷ്യം സൾഫേറ്റുമായിട്ട് ബന്ധമുള്ളതാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ്. വളരെ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് പോലും പല പ്രാവശ്യം തിരിഞ്ഞു പോകും. എന്താണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ്, എന്താണ് ജിപ്സം, അല്ലേ? നമ്മുടെ കാൽഷ്യം സൾഫേറ്റ് ആണ് രണ്ടിൻ്റെയും ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ കാൽഷ്യം സൾഫേറ്റുമായിട്ട് അറ്റാച്ച് ചെയ്ത് വരുന്ന വാട്ടർ മോളിക്യൂൾസിന്റെ എണ്ണം ഡിഫറെൻ്റ് ആവുന്നതിനനുസരിച്ചാണ് ഇവിടെ ജിപ്സവും നമ്മുടെ പ്ലാസ്റ്റർ ഓഫ് പാരീസും ഉണ്ടാവുന്നത്. അപ്പം ഈ കാണിച്ചേക്കുന്നത് നമ്മുടെ ജിപ്സത്തിൻ്റെ ഒരു ക്രിസ്റ്റലും ഇതെന്ന് പറയുന്നത് പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ ഒരു പൗഡറുമാണ് കാണിച്ചേക്കുന്നത്. ജിപ്സം എടുക്കുവാണെങ്കിൽ ഒരു സോഫ്റ്റ് മിനറൽ ആണ്. അതിൻ്റെ പ്രത്യേകത എന്താണ്? 2 moles ഓഫ് ക്രിസ്റ്റലൈസേഷൻ ഓഫ് വാട്ടർ അല്ലെങ്കിൽ വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ 2 moles എവിടെ കാണും? നമ്മുടെ ജിപ്സത്തിൽ കാണും. അതേസമയം നമ്മുടെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഹെമി ഹൈഡ്രേറ്റ് ആണ്. എന്താണ് ഹെമി ഹൈഡ്രേറ്റ് എന്ന് വെച്ചാൽ? ഹെമി ഹൈഡ്രേറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ കാൽഷ്യം സൾഫേറ്റ് 2H2, അതായത് നമ്മുടെ ജിപ്സത്തിനെ എടുത്ത് നമ്മൾ ഹീറ്റ് ചെയ്യുക ഒരു 120 ഡിഗ്രി സെൽഷ്യസിലൊക്കെ ഹയർ ടെമ്പറേച്ചറിലൊന്ന് ഹീറ്റ് ചെയ്യുമ്പോഴത്തേന് എന്ത് സംഭവിക്കും? ഈ ജിപ്സത്തിലെ വാട്ടർ ഓഫ് ഹൈഡ്രേഷൻ കുറെ ലോസ് ആവും. അങ്ങനെ ലോസ് ആയിട്ട് അതെന്തായിട്ട് മാറും? CaSO4 ½ ആയിട്ട് മാറും. അതാണ് നമ്മുടെ ഹെമി ഹൈഡ്രേറ്റ് എന്ന് ഞാൻ പറഞ്ഞത്. ജിപ്സം എന്ന് പറയുന്നത് ഒരു എന്താണ്? 2 moles ഓഫ് വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ ഉള്ളൊരു മോളിക്യൂൾ ആണെങ്കിൽ നമ്മുടെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഹെമി ഹൈഡ്രേറ്റ് ഓഫ് കാൽഷ്യം സൾഫേറ്റ് ആണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് പറയുന്നത്. നമ്മൾ പ്ലാസ്റ്റർ ഓഫ് പാരീസിന് ചിലപ്പോഴൊക്കെ POP എന്നൊക്കെ പറയാറുണ്ട്. ജസ്റ്റ് ഞാനൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്നാണ് മീൻ ചെയ്യുന്നത്. അപ്പം കാൽഷ്യം സൾഫേറ്റ് 2H2 ആണ് നമ്മുടെ ജിപ്സം. ജിപ്സത്തിനെ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോഴത്തേന് അതിൽ നിന്ന് എന്ത് ചെയ്യും? വാട്ടർ മോളിക്യൂൾ നഷ്ടപ്പെട്ട് അതൊരു ഹെമി ഹൈഡ്രേറ്റ് ആയിട്ട് മാറും. കാൽഷ്യം സൾഫേറ്റ് ½ അതാണ് നമ്മളുടെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഈസ് കെമിക്കലി കാൽഷ്യം സൾഫേറ്റ് ½ തിരിഞ്ഞു പോകരുത്. കാൽഷ്യം സൾഫേറ്റ് ½ ആണ് നമ്മുടെ പ്ലാസ്റ്റർ ഓഫ് പാരീസ്. ജിപ്സം എന്ന് പറയുന്നത് CaSO4 2H2O. നോക്കുക, ഓപ്ഷനിലെല്ലാം തന്നിട്ടുണ്ട്. സോ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്ത് തന്നെ നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കണം. ഇപ്പോൾ അറിയാം ഹെമി ഹൈഡ്രേറ്റ് ഓഫ് കാൽഷ്യം സൾഫേറ്റ്, അങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. അതിൻ്റെ ആൻസർ എന്താണ്? നമ്മളുടെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. നമ്മുടെ പോളിമേഴ്സിൽ നിന്ന് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ദ ആസിഡ് യൂസ്ഡ് ഇൻ ദ സിന്തസിസ് ഓഫ് നൈലോൺ 66. അപ്പം പോളിമേഴ്സിന്റെ കേസ് പറയുമ്പം നിങ്ങളോട് എപ്പോഴും പറയാനുള്ളൊരു കാര്യം, പോളിമേഴ്സ് പഠിക്കുമ്പോൾ നിങ്ങൾ പഠിക്കേണ്ടത് ഏതാണ് അതിൻ്റെ മോണോമേഴ്സ്, ഏതാണ് അവിടുത്തെ റിയാക്ഷൻ കണ്ടീഷൻ, അത് ഏത് ടൈപ്പ് ഓഫ് പോളിമറൈസേഷൻ ആണ്, അതിൻ്റെ ആപ്ലിക്കേഷൻ എന്താണ്. ഈ 4 ഏരിയയിൽ നിന്നും വളരെ വ്യക്തമായിട്ട് നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാമുകളിൽ ഈവൻ സെറ്റിനും നെറ്റിലും പോലും ഇതിനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. സോ ഓരോ പോളിമർ പഠിക്കുമ്പോഴും ഞാൻ ഈ പറഞ്ഞ 4 കാര്യങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചിരിക്കണം. നമ്മളോട് ഇവിടെ ചോദിച്ചേക്കുന്നത് എന്താ? സിമ്പിളായിട്ട് പറഞ്ഞാൽ നൈലോൺ 66 എന്ന് പറയുന്ന ആ പോളിമറിന്റെ മോണോമർ ഏതാണ്, അതിൽ മോണോമറിക് യൂണിറ്റിൽ നമ്മളൊരു ആസിഡ് യൂസ് ചെയ്യും. ആ ആസിഡ് ഏതാണെന്നാണ് ഫോമിക് ആസിഡ്, സ്റ്റിയറിക് ആസിഡ്, പാൽമിറ്റിക് ആസിഡ്, അഡിപ്പിക് ആസിഡ്. വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം നമ്മുടെ നൈലോൺ 66ന്റെ സിന്തസിസിന് നമ്മൾ യൂസ് ചെയ്യുന്ന ആസിഡ് ഏതാണ്? നമ്മളുടെ അഡിപ്പിക് ആസിഡ് ആണ്. അഡിപ്പിക് ആസിഡിന്റെയും ഹെക്സാമെഥിലീൻ ഡയമീന്റെയും ഒരു പോളിമറാണ് എന്തെന്ന് പറയുന്നത്? നൈലോൺ 66 എന്ന് പറയുന്നത്. അപ്പം നോക്കിക്കേ, ഹെക്സാമെഥിലീൻ ഡയമീനും അഡിപ്പിക് ആസിഡും ആണ് നമ്മുടെ നൈലോൺ 66ന്റെ പോളിമേഴ്സ്. നിങ്ങൾ
കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ പരിചയപ്പെട്ടല്ലോ. വളരെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല, പക്ഷെ വളരെ സിമ്പിൾ ലെവലുള്ള ക്വസ്റ്റ്യൻ ആണ്, വളരെ ബേസിക് ലെവലുള്ള ക്വസ്റ്റ്യൻ. ഈ ഒരു ഇയറിലെ എക്സാമിന് ചോദിച്ചിരുന്നത് വളരെ ബേസിക് കാര്യങ്ങളൊക്കെ ഒത്തിരി ചോദിച്ചിരുന്നു. അപ്പം നമ്മൾ പഠിക്കുമ്പം തീർച്ചയായിട്ടും നമ്മൾ +2 ലെവൽ തൊട്ട് തന്നെ പഠിച്ചു പോകണം. നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കുകൾ തൊട്ട് തന്നെ പഠിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ എന്നും ഏറ്റവും സേഫ് എന്നും പറയാവുന്ന മാർഗ്ഗങ്ങൾ. അതിന് കാരണം എന്ന് പറഞ്ഞാൽ വളരെ ബേസിക് ലെവലിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായതുകൊണ്ടാണ്. അപ്പം നിങ്ങൾക്കൊക്കെ സംശയം വരും, ഏതൊക്കെ റെഫറൻസ് ബുക്ക് നമ്മൾ യൂസ് ചെയ്യണം. നമ്മളൊരു കോഴ്സ് പർച്ചേസ് ചെയ്യുമ്പം തീർച്ചയായിട്ടും ആ കോഴ്സിൻ്റെ കൂടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഒക്കെ കാണും. പക്ഷെ നിങ്ങൾക്കൊരു അഡീഷണൽ ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു പെട്ടെന്നൊരു സംശയം വരുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്തിലോട്ട് പോകും? റെഫറൻസിലോട്ട് പോകും. നമ്മൾ ഈ യൂട്യൂബേഴ്സിനെയൊക്കെ കൂടുതൽ ആശ്രയിക്കുന്നതിലും ബെറ്റർ എന്ന് പറയുന്നത് നമുക്കൊരു സേഫ്റ്റി എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് വായിച്ചു നോക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറയുവാണെങ്കിൽ നമ്മുടെ ഇനോർഗാനിക് കെമിസ്ട്രി എടുക്കുവാണെങ്കിൽ പുരേഷ് ശർമ്മ ആൻഡ് പത്താൻ കാലിയ, അതെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ആർക്ക് വായിച്ചാലും മനസ്സിലാവുന്ന രീതിയിലുള്ള വളരെ സിമ്പിൾ ടെക്സ്റ്റാണ്. കാര്യം ഡിഗ്രി ലെവലേ ഉള്ളൂ, അതുകൊണ്ട് അത് വായിച്ചാൽ മതിയാകും. അതുപോലെ തന്നെ നമ്മളുടെ ഡേ ആൻഡ് സെൽബിൻ്റെ ടെക്സ്റ്റ് തിയററ്റിക്കൽ ഇനോർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത് സിമ്പിൾ ടെക്സ്റ്റാണ്, വായിച്ചാൽ എല്ലാവർക്കും മനസ്സിലാവും, ഹൈ എൻഡ് ടെക്സ്റ്റ് അല്ല. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടെ ഇൻഫോർമേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹ്യൂഹി ഇനോർഗാനിക് കെമിസ്ട്രി ഹ്യൂഹി വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, കുറച്ച് സമയം നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. എങ്കിൽ പോലും ഈ 3 ടെക്സ്റ്റുകൾ നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. കാര്യം നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയുടെ സിലബസ് എടുത്ത് നോക്കുവാണെങ്കിലും ഇങ്ങനെയുള്ള ടെക്സ്റ്റുകൾ അവർ റെഫറൻസിൽ കൊടുത്തിട്ടുണ്ട്. സോ എന്തെങ്കിലും ഡൗട്ട് വരുവാണെങ്കിൽ നിങ്ങൾക്ക് റെഫറൻസിന് വേണ്ടിയിട്ട് ഇനോർഗാനിക് കെമിസ്ട്രി പോർഷനിൽ നിന്ന് ഈ ടെക്സ്റ്റ് ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മളുടെ ഫിസിക്കൽ കെമിസ്ട്രിയിലോട്ട് വരുവാണെങ്കിൽ ഫിസിക്കൽ കെമിസ്ട്രിയിൽ നമുക്ക് നമ്മുടെ പുരേഷ് ശർമ്മ പത്താനിയുടെ ടെക്സ്റ്റ് നമുക്ക് യൂസ് ചെയ്യാം. വളരെ സിമ്പിൾ ടെക്സ്റ്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ലെവിൻ്റെ ടെക്സ്റ്റ് ഫിസിക്കൽ കെമിസ്ട്രി ബൈ ലെവിൻ വളരെ നല്ല ടെക്സ്റ്റ് ആണ്, വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. അതുപോലെ പറയാവുന്ന ഒരു ടെക്സ്റ്റാണ് ഗുർദീപ് രാജ അഡ്വാൻസ്ഡ് ഫിസിക്കൽ കെമിസ്ട്രി ബൈ ഗുർദീപ് രാജ. ഈ 3 ടെക്സ്റ്റുകൾ നിങ്ങൾക്ക് റെഫറൻസിന് വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. ഓർഗാനിക് കെമിസ്ട്രിയിലോട്ട് വരുവാണെങ്കിൽ നമ്മുടെ റിയാക്ഷൻ മെക്കാനിസം കെൽസിയുടെ റിയാക്ഷൻ മെക്കാനിസം, അതേപോലെ നമുക്ക് ജെറി മാർച്ച് യൂസ് ചെയ്യാം. ജെറി മാർച്ചൊക്കെ നമുക്ക് അത്യാവശ്യം മനസ്സിലാവുന്ന ടൈപ്പ് ടെക്സ്റ്റ് ആണ്. ഇതെല്ലാം നിങ്ങൾക്ക് റെഫറൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിലും ഫിംഗർ പ്രിൻറ്റ് സെർച്ചറിന് വേണ്ടിയിട്ട് ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞ വെബിനാറിൻ്റെ കാര്യം നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കണം. വെബിനാറിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കോൺടാക്ട് നമ്പറിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. സോ നിങ്ങളും നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കണം. അപ്പം വെബിനാറും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കണം. എല്ലാവരും വളരെ ബേസ് ലെവലിൽ നിന്ന് തന്നെ പഠിച്ചു പോകണം. ഞാൻ പറഞ്ഞില്ലേ, NCERT ടെക്സ്റ്റുകളിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ നമ്മുടെ +2 ലെവൽ ടെക്സ്റ്റുകളിൽ നിന്ന് തന്നെ പഠനം തുടങ്ങണം. എന്നിട്ട് വേണം അഡ്വാൻസ് ലെവലിലോട്ട് പോകാൻ. കാര്യം വളരെ ബേസിക് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഹൈ എൻഡ് ക്വസ്റ്റ്യൻസിൻ്റെ കൂടെ തന്നെ. കാര്യം ബേസ് തൊട്ട് പഠിക്കുക. അപ്പം നമ്മൾ D ബ്ലോക്കും F ബ്ലോക്കും ഒക്കെ പഠിക്കുന്നതിന് മുമ്പ് പീരിയോഡിക് ടേബിൾ ബൈ ഹാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഓർഗാനിക് തുടങ്ങുന്നതിന് മുമ്പ് നമ്മളുടെ എന്താ പറയുന്നത് ബേസിക് ആയിട്ടുള്ള കാർബോകാറ്റയോൺ കാർബാനിയോൺ നമ്മുടെ ഫ്രീ റാഡിക്കൽ സ്റ്റെബിലിറ്റി, അതേപോലെ തന്നെ മെക്കാനിസംസ്, അരോമാറ്റിസിറ്റി, ഹൈപ്പർ കോൺജുഗേഷൻ എന്താണ്, ഇങ്ങനെയുള്ള ബേസിക് കാര്യങ്ങൾ തൊട്ട് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങുക. ഒത്തിരി പേര് അപ്ലൈ ചെയ്യുന്ന വളരെ നല്ലൊരു പോസ്റ്റാണ്. ഈ എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഇങ്ങനെയുള്ള ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.